മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയുടേതാണ് വിധി. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. കാരണം ആദ്യ രണ്ട് പരാതികളിൽ ആ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. മൂന്നാം പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ജയിലിൽ പോയ സാഹചര്യമുണ്ടാകുന്നത്. ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതാ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് എന്ന വാർത്തയാണ്, ജയിൽ മോചിതനാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, രാഹുലിന് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണിത്. കാരണം രാഷ്ട്രീയമായി ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും നിയമപരമായി വിഷയം എങ്ങനെ രാഹുലിനെ ബാധിക്കുമെന്നതാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ഇതാ രാഹുലിന് ആശ്വാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോടതി രാഹുലിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെയാണ് മൂന്നാമത്തെ പരാതിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് ജഡ്ജി എൻ ഹരികൃഷ്ണൻ ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 24-ാം തീയതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചതാണ്. പക്ഷേ പിന്നീട് ചില തെളിവുകൾ കൂടി അല്ലെങ്കിൽ ചില വിശദാംശങ്ങൾ കൂടി ഹാജരാക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ കേസിൽ വിധി പറയാവൂ എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ മുമ്പോട്ട് വെച്ചിരുന്നു. അതുകൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വീണ്ടും വാദം കേൾക്കുകയും സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുകൂടി അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ പുറത്തിറങ്ങാം. അതല്ല, ഹൈക്കോടതിയിൽ തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി അന്വേഷണ സംഘം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തി വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ല, ആ കേസ് പിന്നെ വിധി പറയാനായി മാറ്റുന്ന സാഹചര്യമാണ് എങ്കിൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായേക്കും. എന്തായാലും ഏതാണ്ട് ഒരു 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചനത്തിന് ഇപ്പോൾ വഴി തുറക്കുന്നത്. ജാമ്യം ലഭിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് രാഹുൽ തയ്യാറാകുമോ എന്നതാണ് വളരെ ആകാംക്ഷയോടെ കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം ജാമ്യ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഉപാധികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കർശനമായ ഉപാധികളോടെ തന്നെയായിരിക്കാം ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിവരം. അതായത് അന്വേഷണ സംഘത്തോട് സഹകരിക്കുക, അതോടൊപ്പം ഈ പരാതിക്കാരെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സാക്ഷികളെയോ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത്, അവരെ കാണാൻ ശ്രമിക്കരുത്, വിളിക്കാൻ ശ്രമിക്കരുത്. ഇതടക്കമുള്ള കർശനമായ ഉപാധികൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഹൈക്കോടതിയിലും ഈ ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതിന്റെ വിധി കൂടി വരുന്നതാകും. ആ കേസിലെ വിധി കൂടി എത്തിയ ശേഷം മാത്രമേ രാഹുലിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, ജയിൽ മോചിതനാകുമോ അതോ അവിടെ തുടരേണ്ടി വരുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയിലേക്ക് നയിക്കൂ. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം, അതായത് ഹൈക്കോടതിയുടെ ഒരു നിലപാട് അറിയേണ്ടതുണ്ട് എങ്കിൽ പോലും നിലവിൽ കോടതി നോട്ട് ടു അറസ്റ്റ് എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതിയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുന്നത്. മൂന്നാമത്തെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുകയും അങ്ങനെ ജയിലിൽ കഴിയുകയും ചെയ്തത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 ആഴ്ചയിലധികമായി രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ട്. പത്തനംതിട്ട സ്വദേശിനിയാണ് ഈ പരാതിക്കാരി എന്നതുകൊണ്ട് തന്നെ പത്തനംതിട്ട കോടതിയാണ് വിഷയം പരിഗണിച്ചിരുന്നത്. ബലാത്സംഗം, ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ആയിരുന്നു ഈ കേസിലും രാഹുൽ മാങ്കൂട്ടം നേരിട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. SP പൂങ്കടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ ഘട്ടത്തിൽ, അതായത് മൂന്നാമത്തെ കേസിൽ ആണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതി ജാമ്യം അനുവദിക്കുന്നത്. ഒരു പക്ഷേ ഈ ജാമ്യം അനുവദിച്ച നടപടിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുമോ എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി വരേണ്ടതുണ്ട്. അതിസങ്കീർണമാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഒരൽപ്പം പ്രയാസമുള്ള ഒന്നായിരിക്കും. കാരണം 3 കോടതി നടപടികൾ ആണ്, 3 പരാതികളിൽ 3 തരത്തിലുള്ള കോടതി നടപടികൾ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു കീഴ്ക്കോടതി എന്നതാണ്. ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഹൈക്കോടതിയിൽ താൽക്കാലികമായി ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം
വിശദമായി പരിഗണിക്കുന്നതുവരെ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ പരിശോധിക്കുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പരാതി, രണ്ടാമത്തെ പരാതി കൂടിയുണ്ട്. അത് ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതിയുടേതാണ്. പക്ഷേ അവിടെ ആ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മൊഴി നൽകാനോ അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാനോ ഈ പരാതിക്കാരിക്ക് താല്പര്യമില്ല എന്നൊരു പശ്ചാത്തലത്തിൽ കീഴ്ക്കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്, അങ്ങനെ ജാമ്യം അനുവദിച്ചതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകുന്നു. അതായത് ഹൈക്കോടതിയിൽ ഇപ്പോൾ 2 ഹർജികൾ ഉണ്ട്. അതിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രാഹുലിന്റെ ഹർജിയാണ്. രണ്ടാമത്തേത് രാഹുലിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജിയാണ്. ഇങ്ങനെയുള്ള 2 ഹർജികൾ ഹൈക്കോടതിയിലുണ്ട്. ആ ഹർജികളിൽ ഇനി തീർപ്പ് വരേണ്ടതുണ്ട്. ഇതിനിടയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ 3ാമത്തെ പരാതി ഉയർന്നത്. പക്ഷേ ആ പരാതി ഉയർന്ന ഘട്ടത്തിൽ രാഹുലിന് മുൻകൂർ ജാമ്യം തേടുവാനുള്ള അവസരം അന്വേഷണ സംഘം ഒരുക്കിയില്ല. അതീവ രഹസ്യമായി നീക്കങ്ങൾ നടത്തുകയും അങ്ങനെ രാഹുലിനെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം ജാമ്യം തേടി ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമാകുന്ന ഒരു നിലപാട് ഉണ്ടാകുമോ എന്നതാണ്. ഇപ്പോൾ ഈ അറസ്റ്റ് തടയുന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന ആ നിർദ്ദേശം കോടതി തുടരുകയോ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന നിലപാടിലേക്ക് ആദ്യ 2 കേസുകളിൽ ഹൈക്കോടതി പോവുകയോ ചെയ്താൽ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാൻ പറ്റുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും അത്തരത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നൽകിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിജീവിതമാരെ ആക്ഷേപിക്കുന്ന സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതമാരുടെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചുവെങ്കിലും കോടതി അത് തള്ളിക്കളഞ്ഞു പ്രാഥമികമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ പീഡന പരാതികൾ ഉയർത്തുന്ന യുവതികൾ പലപ്പോഴും അതിനുശേഷം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം പുലർത്തിയിരുന്നത് എന്ന സംശയം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഇവിടെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന പെൺകുട്ടി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റ് വാങ്ങി നൽകുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകളുടെ ഭാഗമായി എന്ന ചില വാട്സപ്പ് സന്ദേശത്തിന്റെ തെളിവുകളടക്കം രാഹുലിന്റെ അഭിഭാഷകൻ നൽകിയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ രാഹുലുമായി ആശയവിനിമയം തുടർന്നു എന്നതൊക്കെയാണ് ഈ പ്രതിഭാഗം, അതായത് രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായും കോടതിയെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും ഡാൻ തുടരുമ്പോൾ ഡാനിത ഇനിയും സങ്കീർണമാണ് നടപടിക്രമങ്ങൾ. 2 ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു. ആ വിഷയവും ഇന്ന് പരിഗണിക്കുമ്പോൾ അതിലൊരു അന്തിമ വിധി ഉണ്ടാകുമോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. അതുകൂടി അനുസരിച്ചായിരിക്കില്ലേ രാഹുലിന്റെ തുടർ നീക്കങ്ങൾ? തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിന് പ്രകാരമാണ് 2 ആഴ്ച മുമ്പ് പരിഗണിക്കേണ്ടിയിരുന്ന കേസിന്റെ ഹർജി പരിഗണിക്കുന്നത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയിലാണ് അവർ സത്യവാങ്മൂലം നൽകിയത്. അതിലടക്കം ഗുരുതരമായ പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അഫിഡവിറ്റിൽ ഈ പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചില തെളിവുകൾ കൂടി, ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതായത് ബോധപൂർവം തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപകരമായ പ്രചാരണങ്ങൾക്ക് ഒരു ഗൂഢാലോചന അത് പിന്നിലുണ്ട്. രാഹുൽ പുറത്തിറങ്ങിയാൽ ആ പ്രചാരണങ്ങളുടെ ആക്കം കൂടും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ് ഈ ചില വിവരങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം, അതുകൂടി വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ ഹർജിയിൽ വിശദമായ വാദം കേൾക്കുകയും വിധി പറയുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അങ്ങനെയാണ് കേസ് പരിഗണിക്കുന്നത്, ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ ഇന്ന് വീണ്ടും കേസ് പിന്നെയും വിധി പറയാനായി പിന്നത്തേക്ക് മാറ്റിവെക്കുകയോ അതുവരെ അറസ്റ്റ് തടയുകയോ ചെയ്യുന്ന സാഹചര്യം ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത് രാഹുലിനേറെ ആശ്വാസകരമായി മാറും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാഹുലിന് ഉടൻ തന്നെ ജയിൽ മോചിതനാകാൻ കഴിയും. അവിടെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കി വന്നത്. അതായത് അവിടെ നിന്ന് കോടതിയുടെ വിധിപ്പകർപ്പ് നേരിട്ട് ജയിൽ സൂപ്രണ്ടിന് കൈമാറുന്ന സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണുള്ളത്. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാൻ കഴിയും. പിന്നെ അറിയാനുള്ളത് ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായും മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സ്വാഭാവികമായി അത് കർശനമായ
ഉപാധികൾ തന്നെയായിരിക്കും. അതിലെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ, ഒരു നിരീക്ഷണം ഉണ്ടാകാനാണ് സാധ്യത. ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി പറയാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന മണിക്കൂറുകൾ ആണ് കടന്നുപോകുന്നത്. ഇപ്പോഴിതാ മൂന്നാമത്തെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട 2 പരാതികളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അത് തുടരുന്ന സാഹചര്യം. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നാണ് ആ വിഷയത്തിൽ ഇനി അന്തിമമായ ഇടപെടൽ ഉണ്ടാകേണ്ടത്. അതിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജിയാണ്. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അതോടൊപ്പം തന്നെ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം, മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ നൽകിയിട്ടുള്ള ഹർജിയാണ്. ഈ 2 ഹർജിയിന്മേലും തീർപ്പാകേണ്ടതുണ്ട്. അതുവരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ പരാതി നിലനിൽക്കുന്നതാണോ, അന്വേഷണത്തിൽ രാഹുൽ കുറ്റക്കാരനാണോ എന്നതിനൊക്കെ അപ്പുറത്ത് ആരോപണ വിധേയനായിട്ടുള്ള ആൾ പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ ആദ്യ പരാതി ലഭിച്ച് ദിവസങ്ങൾ പിന്നിട്ട ശേഷവും രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. പിന്നീട് രാഹുൽ തന്നെ ഈ മുൻകൂർ അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെട്ട സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലൊന്നും രാഹുലിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. അതുതന്നെയാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചത്. പ്രതിഭാഗമായിട്ടുള്ള രാഹുലിന്റെ അഭിഭാഷകൻ ഏതെങ്കിലും തരത്തിൽ അതിജീവിതയെ സ്വാധീനിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നു എന്നതായിരുന്നു. ഇനി അറിയേണ്ടത് ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രാഹുലിന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നതിൽ അന്തിമമായ ഒരു തീരുമാനം അറിയുക.